ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റസൂൽ കരഞ്ഞുകൊണ്ട് ആയിഷ ബീവിയോട് പറഞ്ഞൊരു വാക്കുണ്ട്, അഫലാ ഉഹിബ്ബു അൻ അകൂന അബ്ദൻ ശകൂറാ. ഒരു നന്ദിയുള്ള അടിമയാകണ്ടേ ആയിഷ. അവനാണ് അല്ലാഹുവിന്റെ റസൂല്, ആ പ്രവാചകനാണ് മുത്തുനബി. ആ മദീനയുടെ മണ്ണിലൊന്ന് ചെന്ന് നോക്കെന്റെ പ്രിയപ്പെട്ടവരെ, ആ റസൂലുള്ള നടന്ന മണലുണ്ടല്ലോ, റൗളത്തും മിൻ റിയാദിൽ ജന്ന. അത് സ്വർഗപൂങ്കാവനങ്ങൾപ്പെട്ടൊരു സ്വർഗപൂങ്കാവനമായപ്പോ ഖബർ രണ്ടാമത് വിളിച്ചു പറയുകയാ, ഫജ്അൽ ലക മൂനിസാ അന ബൈത്തുൽ വഹദ ഫജ്അൽ ലക മൂനിസാ. ഞാൻ ഏകാന്തതയുടെ വീടാണ്, ഞാൻ ഏകാന്തതയുടെ വീടാണ്. അതുകൊണ്ട് നീ കൊണ്ടുവരേണ്ട രണ്ടാമത്തെ കാര്യം എന്തെന്നറിയോ? ഖിറാഅത്തുൽ ഖുർആൻ. അത് ഖുർആൻ പാരായണമാണ്. പരിശുദ്ധ റമളാൻ വരുമ്പോ മാത്രം ഖുർആൻ എടുക്കാൻ കാത്തു നിൽക്കുന്നവരെ, വീട്ടിൽ ആരെങ്കിലും മരിക്കാൻ വേണ്ടി കാത്തിരുന്നിട്ട് യാസീൻ ഓതാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്നവരെ, വാപ്പ മരിച്ചിട്ട് ഖത്തമോദാമെന്ന് പറഞ്ഞ് വാശിയോടുകൂടി ഇരിക്കുന്നവരെ, ഷെൽഫിനകത്ത് ഖുർആൻ വെച്ചിട്ട് ഒരു ദിവസം പോലും ഒന്ന് തൊട്ടു നോക്കാൻ പോലും മനസ്സ് കാണിക്കാത്തവരെ, അള്ളാഹുവിന്റെ കലാമായ ഖുർആനിനെ അവഗണിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയുടെ അകത്തളങ്ങളിൽ പോയിട്ട് അശ്ലീലതയുടെയും ആഭാസരത്തിന്റെയും തെമ്മാടിത്തരത്തിന്റെയും അഹങ്കാരത്തിലും അഭിരമിക്കുന്ന എന്റെ പ്രിയപ്പെട്ട യുവതലമുറയോട് ഖുർആനെ വേണ്ടല്ലോ, അള്ളാന്റെ കലാമിനെ വേണ്ടല്ലോ, അള്ളാഹുവിന്റെ റസൂലിനെ വേണ്ടല്ലോ. എന്തേ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇങ്ങനെ ആയി പോയത്? സോഷ്യൽ മീഡിയയുടെ അകത്തളങ്ങളിൽ വാട്സപ്പിന്റെയും ഫേസ്ബുക്കിന്റെയും ട്വിറ്ററിന്റെയും ഇപ്പൊ ടിക്ടോക്ക് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇറങ്ങിയപ്പോ അതിന്റെ പിറകെ നടന്നുകൊണ്ട് സർവ്വ ഹറാമുകളും കാണിക്കാൻ മടി കാണിക്കാത്ത എന്റെ സമുദായത്തിന്റെ മുമ്പില് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ത് വാള് കേട്ടിട്ട് എന്ത് കാര്യമാ? വാള് കേട്ടിട്ട് എന്ത് കാര്യമാ? ആർക്ക് വേണ്ടിയാ പ്രിയപ്പെട്ടവരെ നിങ്ങൾ വാള് കേൾക്കുന്നത്? ആരെ കാണിക്കാൻ വേണ്ടിയായി ഒരുമിച്ച് കൂടിയത്? കുറെ ശബ്ദം കേൾപ്പിച്ചിട്ട് പോയിട്ട് എന്ത് കാര്യമാ? എന്ത് കിട്ടാനാ? ഇന്ന് വരെയെങ്കിലും എന്റെ വാപ്പാ റമളാൻ കഴിഞ്ഞിട്ട് ഇത്ര നാളായല്ലോ, ഒന്ന് ഖുർആൻ തൊട്ടിട്ടുണ്ടോ എന്റെ പ്രിയപ്പെട്ടവരെ? ഖുർആൻ ഒന്ന് എടുത്തിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? അതെനിക്ക് ഖുർആൻ ഓതാൻ അറിയില്ല ഉസ്താദ്, എല്ലാം ശരിയായല്ലോ. പള്ളിയിലെ ആലിമീങ്ങളുണ്ടല്ലോ, ഹാഫിളീങ്ങളുണ്ടല്ലോ, ഉസ്താദുമാരുണ്ടല്ലോ. ഒരു ദിവസം അവിടെ വന്നിട്ട് ഖുർആൻ എടുത്തു ഒന്ന് ഓദിത്താ ഉസ്താദ് എന്ന് പറയാൻ കഴിയാത്ത നിങ്ങൾ എന്തിനാ വാള് കേൾക്കുന്നത്? അത് ഓതാൻ ആഗ്രഹമില്ലാതെ നിങ്ങൾ എന്തിനാ വാള് കേൾക്കുന്നത്? എന്റെ പ്രിയപ്പെട്ട ചെറുവട്ടൂരിലെ പെങ്ങളെ, ഭർത്താവിന് ഖിദ്മത്ത് ചെയ്യാനുണ്ട് ഉസ്താദേ, മക്കളെ നോക്കാനുണ്ട് ഉസ്താദേ, കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഖുർആൻ അവഗണിച്ചു പോയവരെ അല്ലാഹു വിടില്ല മോളെ, അല്ലാഹു വിടില്ല മോളെ. ലോകത്തിന്റെ നായകരുണ്ടല്ലോ, ലോകത്തിന്റെ നായകരുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു, രണ്ടാലൊരു ഉമറിനെ നീ തരണേ അല്ലാ, രണ്ടാലൊരു ഉമറിനെ ഈ സമുദായത്തിന് തരണേ അല്ലാ. ഒന്ന് അബൂജഹലാണ്, ഒന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. അബൂജഹൽ ചോദിച്ചു, റസൂലുള്ളാഹിനെ കൊല്ലാൻ ആരാ, മുഹമ്മദിനെ വധിക്കാൻ ആരാ ഉള്ളതെന്ന് ചോദിച്ചപ്പോ ഞാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ രംഗത്തിറങ്ങിയ ഉരുരി പിടിച്ച വാളുമായിട്ട് രംഗപ്രവേശനം ചെയ്തിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ വേണ്ടി കടന്നു വന്ന ഉമർ ഇബ്നുൽ ഖത്താബ്. ഇന്ന് പലരും പറയുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേരാ. ഉമർ റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു പുറത്തു കൊടുത്തില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സർവ്വ തെറ്റുകളും കാണിക്കാൻ മടി കാണിക്കാത്ത എന്റെ സമുദായമേ, ആരാ ഉമർ റളിയല്ലാഹു അൻഹു എന്നറിയോ? ആ ഉമർ റളിയല്ലാഹു അൻഹുവിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തെറ്റുകളിൽ മുഴുകാനാണ് എന്റെ പ്രിയപ്പെട്ടവരുടെ ഭാവമെങ്കിൽ വേണ്ട, അത് നടക്കൂല ചെറുപ്പക്കാരാ. ആരാ ഉമർ എന്നറിയുമോ? ആരാ ഉമർ എന്നറിയുമോ? ആരായിരുന്നു എന്നല്ല നോക്കേണ്ടത്, എല്ലാവരും നോക്കണം. ഉമർ അങ്ങനെയായിരുന്നല്ലോ,
ഉമർ ഇങ്ങനെയായിരുന്നല്ലോ, ഉമർ തെറ്റുകാരനായിരുന്നല്ലോ. ആ ഉമറിനെയല്ല പഠിക്കേണ്ടത്. ഖബർ കേൾക്കാൻ വന്നിട്ട് വെറുതെ പോകല്ലേ, ഖബർ കേൾക്കാൻ വേണ്ടി വന്നിട്ട് വെറുതെ പോവല്ലേ. ഉമർ റളിയല്ലാഹു അൻഹു എങ്ങനെയുള്ള മനുഷ്യനായിരുന്നു എന്നതിലല്ല കാര്യം പ്രിയപ്പെട്ടവരെ. ഇന്ന് ഉമർ റളിയല്ലാഹു അൻഹു ആരെന്നറിയോ? മദീനയുടെ മണ്ണിലൊന്ന് ചെന്നു നോക്ക്, മദീനയുടെ മണ്ണിലൊന്ന് ചെന്നു നോക്ക്. ബാബുസലാമിന്റെ വാതിലൂടെ നടന്നു പോയിട്ട് റൗളയുടെ അപ്പുറത്തൊരു ഖബറുണ്ട്. അല്ലാഹ്, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ കാരണക്കാരനായിട്ട് കടന്നു വന്ന ശഫീഉൽ മുദ്നിബീൻ റഹ്മത്തുൽ ലിൽ ആലമീൻ റാഹത്തുൽ ആശിഖീൻ നബി മുഹമ്മദ് മുസ്തഫ പൊട്ടിക്കരയാതെ എങ്ങനെയാ ഖബറിന്റെ അടുത്തൊന്ന് പോവുക, ആ റൗളയുടെ ചാരയൊന്ന് ചെല്ലുക. അസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് പൊട്ടിക്കരഞ്ഞിട്ട് അങ്ങോട്ട് മാറുമ്പോ അടുത്ത ഖബർ കാണാം. ആരുടെ ഖബറാ? അല്ലാഹുവിന്റെ റസൂലിന്റെ സന്തത സഹചാരിയായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. ആരായിരുന്നു അവരൊക്കെ? ആരായിരുന്നു എന്ന് ചിന്തിക്കേണ്ട സഹോദരങ്ങളെ. എല്ലാവരും ഇങ്ങനെ വാളുകൾ പറയുമ്പോഴും കാര്യങ്ങൾ പറയുമ്പോഴും ഉമർ റളിയല്ലാഹു അൻഹു പുറത്തു കൊടുത്തല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു ആരായിരുന്നു? ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ പുറ വന്നിട്ട് ഒരു സലാം നമ്മൾ പറയും. ലക്ഷക്കണക്കിന് വരുന്ന സായിരീങ്ങള് അവിടെ സിയാറത്ത് ചെയ്യാൻ വരുന്നവര് സലാം അലൈക യാ അമീറൽ മുഅ്മിനീൻ യാ അമീറുൽ മുഅ്മിനീൻ. ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ ഒരാളുണ്ടോ സഹോദരാ? ഒന്നും നടന്നു പോകുന്ന വഴിയില് ശൈത്താൻ അപ്പുറത്തുണ്ടെങ്കിൽ അവൻ പേടിച്ചു പോടുമെന്നാ. എങ്ങനെയെന്നറിയോ? ഉമർ റളിയല്ലാഹു അൻഹു അവിടെ ചെന്ന് കിടക്കാൻ നേടിയെടുത്ത ആ ഈമാനിന്റെ പവർ എവിടെ നിന്നാ കിട്ടിയത്? പോകുന്ന വഴിയിലുണ്ടല്ലോ തന്റെ പെങ്ങളുടെ വായിൽ നിന്ന് വാക്ക് കേൾക്കുകയാ. أنزلنا عليك القرآن لتشقى. ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയതല്ല നബിയെ. ഇത് കേട്ടപ്പോ മനസ്സ് നന്നായതാ, ഇത് കേട്ടപ്പോ കൽബ് പിടച്ചു പോയതാ, ഓടിപ്പോയി നബിയേ. ഉമർ അടിയറവ് പറഞ്ഞു നബിയേ, കരിക്കട്ട പോലെ ഇരുന്ന ഹൃദയമുണ്ടല്ലോ, കരിക്കട്ട പോലെ ഇരുന്ന ഹൃദയമുണ്ടല്ലോ സഹോദരങ്ങളെ, അലിഞ്ഞു പോകാൻ കാരണമായത് എന്തെന്നറിയോ? നീ വീട്ടിന്റെ അകത്ത് ഷെൽഫിനകത്ത് തുടച്ചും തൂക്കാതെയും വെച്ചിരിക്കുന്ന ഖുർആന്റെ വചനമുണ്ടല്ലോ, 10,000-കണക്കിന് ദിവസങ്ങളായി, വർഷങ്ങളായി, മാസങ്ങളായി എന്റെ പെങ്ങന്മാരും സഹോദരങ്ങളും ഈ ഖുർആൻ കേട്ടിട്ട്, എന്നിട്ട് ഖുർആൻ ഓതുന്നവരെ കളിയാക്കുന്നവരെ, യാസീൻ ഓതിയിട്ട് പൈസ പേടിക്കാമെന്ന മുസ്ലിയാക്കന്മാരെന്ന് പറഞ്ഞ് കളിയാക്കുന്നവരെ, അവരെ കൊഞ്ഞനം കാട്ടിയിട്ട് ബിദ്അത്തിന്റെ ഭാഗവുമായിട്ട് മാറി നിന്നിട്ട് അവന്റെ ദീനിനെ പിച്ച് ചീന്താൻ വേണ്ടിയിട്ട് വെമ്പല് കൊള്ളുന്നവരെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തരികയാ, ആ ഖുർആനില്ലാതെ ഖബറിൽ രക്ഷയില്ല. ആ ഖുർആൻ കേട്ടിട്ട് നന്നായ നിരവധി അനവധി പേരുകളുണ്ട് എന്റെ സഹോദരങ്ങളെ. ഇനിയെങ്കിലും ഇന്ന് രാത്രി മുതൽ തുടങ്ങട്ടെ. ഒരു ഫാത്തിഹയാണെങ്കിൽ നിനക്കറിയാമേ, ഫാത്തിഹയെ നിനക്കറിയുള്ളൂ, ഒരു യാസീനെ അറിയുള്ളൂ, ഒരു വാഖിയെ അറിയുള്ളൂ, ഒരു റഹ്മാനെ അറിയുള്ളൂ, ഒരു തബാറക്കെ അറിയുള്ളൂ. അതറിഞ്ഞാ മതി എന്റെ പ്രിയപ്പെട്ടവരെ. ഖുർആനൊന്ന് എടുക്ക്, രാവിലെ ആകുമ്പോ ഖുർആനൊന്ന് നെഞ്ചിനോട് ചേർത്ത് വെക്ക്. എന്നിട്ടതിങ്ങനെ മെല്ലെ ബിസ്മീം പറഞ്ഞൊന്ന് തുറക്ക്. എന്നിട്ട് നീ മനസ്സിൽ വിചാരിക്ക, എന്റെ അള്ളാന്റെ കലാമാ, എന്റെ റബ്ബിന്റെ കലാമാ, എന്റെ റസൂലുള്ള ഓതിയതാ, എന്റെ സഹാബാക്കൾ ഓതിയതാ. എന്തേ മനസ്സ് വരാത്തത്? എന്തേ മനസ്സ് മരവിച്ചു
പോയത്? എന്തേ മനസ്സിങ്ങനെ കട്ടിയായി പോയത്? എന്തേ മനസ്സിലിങ്ങനെ തിന്മകളുടെ സങ്കേതമായിട്ട് കൽബ് മാറിപ്പോയത്? അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് എന്തെന്നറിയോ? ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്, ഖബറിൽ രക്ഷപ്പെടണ്ടേ, ഖബറിന്റെ വിളിയാളം ഒന്ന് കേൾക്കണ്ടേ, അതൊന്ന് അനുസരിക്കണ്ടേ. ഇനി മുതൽ ഇൻഷാ അല്ലാഹ് ഒരു ദിവസം ഒരു പേജെങ്കിലും ഓതാതെ ഞാൻ ഉറങ്ങില്ല ഉസ്താദ്. തീരുമാനം എടുത്തിട്ട് വേണം പോകാൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാ ദിവസവും ഖുർആൻ ഒരു പേജ് ഓതുന്നവരും കൈ പൊക്കിക്കുക ആണുങ്ങള്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. രണ്ട് കൈയൊക്കെ പൊക്കണം. അല്ലാഹുവേ നീ സ്വീകരിക്കണേ. അല്ലാഹ് അറബുദ്ദീനൊന്നും ഓതൂലേടേ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഓതും കാണാതെ. ഇപ്പൊ മൊബൈലിലാ എല്ലാവരും ഇങ്ങനെ തോണ്ടി ശരിയാണോ തെറ്റാണോ അല്ലാഹുക്കറിയാം. എല്ലാം മൊബൈലിലായി, എല്ലാം മൊബൈലിലായി. നിങ്ങൾ ഖുർആൻ ഓത്. ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടല്ലോ, ആലിമീങ്ങൾക്കറിയാം അല്ലേ, രണ്ട് ചട്ടകൾക്കിടയിലുള്ളതാണ് ഖുർആൻ. അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്ത് കൊണ്ടുവന്ന രൂപമാണ്. അത് നോക്കി ഖുർആൻ ഓത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ്, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ്, ഒരാള് അല്ലാഹുവിന്റെ കലാമിൽ നിന്ന് ഒരക്ഷരം ഓതിയാൽ, ഹർഫൻ മിൻ കിതാബില്ലാഹ്, ഒരു ഖത്ത് ഓതണമെന്നല്ല, ഖത്ത് ഓതിയിട്ട് പകുതിയാക്കി വെച്ചിട്ട് അടുത്ത റമളാനെ തീർക്കുന്ന ആളുകൾ. ഖത്ത് ഓതി പകുതിയായി, ഇനി അടുത്ത റമളാൻ ആവട്ടെ, റമളാനിൽ ഓതിയാലാണ് കൂലി. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ചില ആളുകൾ പറയണേക്കാ, രണ്ട് ഖത്ത് ഓതി ഉസ്താദേ, രണ്ട് ഖത്ത് ഓതി ഉസ്താദേ. എങ്ങനെയാ ഓതിയത്? അങ്ങനെയല്ല ഖുർആൻ. വറത്തിലിൽ ഖുർആന തർത്തീല. ഖുർആൻ ഓതുന്നതിന് നിയമമുണ്ട്. ഇതെല്ലാം പറയുമ്പോൾ ഖുർആൻ ഓതി ഓതനെ അവർ രക്ഷപ്പെടും. അങ്ങനെയല്ല. ഖുർആൻ ഓതുന്ന ചില ആളുകളെ അല്ലാഹു ശപിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എങ്ങനെ ഓതുന്നവരാ? ഓന്നും പോലെ ഖുർആൻ ഓതിട്ട് കാര്യമില്ല. കൃത്യമായിട്ട് മക്കളെയൊക്കെ, നിങ്ങളെ മക്കളെന്ന് വിളിച്ച് ചോദിപ്പിച്ചു നോക്കും, മദ്രസ വിടുന്ന മക്കൾ, അവർ ഓതിത്തരും, അവരോധിത്തരും. അല്ലാഹു സ്വീകരിക്കട്ടെ. മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ് ഫലഹു ഹസനാ. ഒരു മനുഷ്യൻ അവന്റെ ഖുർആനിൽ ഒരക്ഷരം ഓതിയാൽ, ഇങ്ങട്ട് എത്ര അക്ഷരം? ഒരക്ഷരം ഓതിയാൽ ഫലഹു ഹസന, അവൻ ഒരു നന്മയുണ്ട്. എത്ര നന്മ എന്ന് പറ? എത്ര നന്മ? ഒരക്ഷരം ഓതിയാൽ ഒരു നന്മ. അൽ ഹസനത്തു ബിഅശ്രി അംസാലിഹാ, ആ ഒരു നന്മ എന്നുള്ളതിന്റെ 10 ഇരട്ടിയാണ്. ഒരു നന്മ എന്നുള്ളത് അതിന്റെ 10 ഇരട്ടിയാണ്. എന്നിട്ട് നബി തങ്ങൾ പറയുന്ന ഹദീസിന്റെ ആ ഒരു ഭംഗി നോക്കിയേ. റസൂലുള്ളാഹി ഇതിന്റെ അപ്പുറം എങ്ങനെ നമുക്ക് പറഞ്ഞു തരും? ലാ അഖൂലു, ഞാൻ പറയുന്നില്ല സ്വഹാബ, അലിഫ് ലാം മീം, അലിഫ് ലാം മീം ഒരക്ഷരമാണെന്ന് ഞാൻ പറയുന്നില്ല. വലാകിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. അലിഫ് ഒരു അക്ഷരമാണ്, ലാം ഒരു അക്ഷരമാണ്, മീം ഒരു അക്ഷരമാണ്. 30 ഇരട്ടി കൂലി കിട്ടും 3 അക്ഷരം ഓതിയ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ഓതിക്കൂടെ സഹോദരങ്ങളെ? ഇൻഷാ അല്ലാഹ് ഇനി എല്ലാ ദിവസവും ആത്മാർത്ഥമായിട്ട് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് എല്ലാ ദിവസവും ഞാൻ ഒരു പേജ് ഓതിക്കൊള്ളാം ഉസ്താദ് എന്ന് പറഞ്ഞു കൈപൊക്കിക്ക്. ഇൻഷാ അല്ലാഹ് എല്ലാവരും കൈവെക്ക്. ഇൻഷാ അല്ലാഹ് നല്ലോണം കൈവെക്ക്. പകുതി വെക്കണത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. നിങ്ങളെ ഈ മനസ്സുണ്ടല്ലോ, ചില സലസിൽ പോയ പൊക്കൂല. പൊക്ക് സഹോദരാ, പൊക്ക് സഹോദരാ. എന്ത് മനുഷ്യൻ. ചില നിങ്ങൾ എല്ലാവരും പൊക്കിയല്ലോ. നല്ല ചെറുവട്ടൂർ എന്ന് പറഞ്ഞാൽ ദീനി ചൈതന്യമുള്ള ഒരു സ്ഥലമാണ്. നിറയെ ആലിമീങ്ങൾ. ഇവിടെ ഇറങ്ങി പോയില്ല MB ഉസ്താദ്. അവരാരെന്ന വിചാരം? നമ്മൾ നോക്കുമ്പോൾ മുളവർ പള്ളിയിലെ ഉസ്താദ് കുറെ ഉസ്താദ്മാരെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അലിബാക്കവി ഉസ്താദൊക്കെ അവരുടെ ശിഷ്യന്മാരാ. അലി ഉസ്താദ് ശിഷ്യൻ എന്ന് പറയുമ്പോൾ അലി ഉസ്താദ് എന്ന് പറയുന്ന ആള് എന്നെ പഠിപ്പിച്ച എന്റെ ഗുരുനാഥന്റെ ശരീക്കാണ്. അവര് സഹപാഠികളാ വാക്കിയാത്ത്. അപ്പൊ അവരുടെ കയ്യിൽ ആലോചിച്ച് നോക്കി. അള്ളാഹു അവർക്ക് ദീർഘായുസ് കൊടുക്കട്ടെ. അവർക്ക് ശബ്ദം ഇങ്ങനെ വാള് പറയാൻ അവർക്ക് അറിഞ്ഞുവിടാത്തതൊന്നുമില്ല. അവർക്ക് പ്രായമായപ്പോൾ അവരങ്ങനെ നമുക്ക് വേണ്ടി മാറത്തില്ല. അവരുടെയൊക്കെ അരമണിക്കൂർ സംസാരിച്ചാൽ മതി, ഇൽമിന്റെ ഒരു പ്രവാഹമായിരിക്കും. അവരെ കൈപിടിച്ചൊക്കെ ഒന്ന് മുത്തിയാൽ അതുകൊണ്ട് നമുക്ക് പുണ്യം കിട്ടും. അള്ളാഹു അവർക്ക് ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ.